അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മിൽ പല ആളുകളും പറയാറുണ്ട്, ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ ദിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ട്, പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഇബാദത്തിൻ്റെ രുചി കിട്ടുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മം ഉണ്ടല്ലോ, ആ കർമ്മത്തിന് മനസ്സിന്നൊരു പ്രത്യേക ലദ്ദത്ത് ലഭിക്കാണ്ട്, ഒരു ഈമാനീകമായ ലദ്ദത്ത് അത് കിട്ടുന്നില്ല. അതിനെന്താ കാരണം? മഹാനായിരിക്കുന്ന യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഖമുൽ ജസദി ബിൽ ഔജാഇ, ശരീരത്തിൻ്റെ രോഗം എന്ന് പറയുന്നത് എന്താ? വേദനകളാണ്. പല വേദനകളും ഉണ്ടാകും. വസഖമുൽ ഖുലൂബി ബിദ്ദുനൂബി, ഹൃദയത്തിൻ്റെ രോഗമെന്ന് പറയുന്നത് ദോഷങ്ങളാണ്. ഫകമാ ലാ യജിദുൽ ജസദു ലദ്ദത തആമി ഇൻദ സഖമിഹി, നമുക്കറിയാം ഒരു മനുഷ്യന് ഒരു പനി ഉണ്ടാകുമ്പോൾ, ശരീരത്തിൽ ശക്തമായ വേദനകൾ അനുഭവപ്പെടുമ്പോൾ അവന് ഒരിക്കലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാവില്ല. നമുക്കൊന്ന് പനി ഉണ്ടായി നോക്കട്ടെ, നാവിൻ്റെ രുചി നഷ്ടപ്പെടും. എത്ര തന്നെ നല്ല ടേസ്റ്റിയായ ഫുഡ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലും അതിൻ്റെ രുചി അനുഭവിക്കാൻ നമുക്ക് സാധ്യമാകുകയില്ല. അതുപോലെ ഫകദാലിക്കൽ ഖൽബു ലാ യജിദു ഹലാവത്തൽ ഇബാദതി മഅദ്ദുനൂബി, അതുപോലെയാണ് ഹൃദയത്തിന് ഒരുപാട് ദോഷങ്ങൾ ചെയ്തുകൊണ്ട് ആ ഈമാനികമായ രുചി ആസ്വദിക്കാനുള്ള സാഹചര്യം നാം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് യഥാർത്ഥ ഇബാദത്തിൻ്റെ ലദ്ദത്ത് നമുക്ക് ലഭിക്കാത്തത്. അപ്പോൾ ദോഷങ്ങൾ ഒരുപാട് ചെയ്ത് കൂടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു രോഗം ബാധിക്കുകയാണ്. ആ രോഗം കാരണമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇബാദത്തിൻ്റെ രുചി ലഭിക്കാത്തത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദോഷങ്ങളിൽ നിന്നും മുക്തമായി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഉണർത്തിക്കൊണ്ട് വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.